ഹലോ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഒരു റോസ് പൂ ഉണ്ടാക്കാം. ചെറിയൊരു റോസ് പൂ. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു യാണ്, ഒരു ഹുക്ക് 2.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതുപോലെ ചുറ്റിയിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇടുന്നു. പിന്നെ ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. നമ്മൾ 15 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. ചെയിൻ സ്റ്റിച്ച് ഇടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15 ചെയിൻ സ്റ്റിച്ച് ഇടണം ആദ്യം. പതിനഞ്ച് ചെയിൻ സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേ വീതം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചുറ്റിയെടുത്തിട്ട് സ്റ്റിച്ചിൽ കൂടെ കടത്തി യാണൊന്ന് ചുറ്റിയെടുത്തിട്ട് സെയിം സ്റ്റിച്ച് കൂടെ പുറത്തേക്ക് എടുക്കുന്നു. നമ്മൾ ഡബിൾ ക്രോഷേ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടി ചുറ്റിയിട്ട് വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. സെയിം അതേ സ്റ്റിച്ചിൽ തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷയും ചെയ്യുക. അതേ സ്റ്റിച്ചിൽ തന്നെ മൂന്നാമത്തെ ഡബിൾ ക്രോഷയും ചെയ്യുക. അപ്പോൾ ഒരേ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ കണ്ട 1 2 3 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റിച്ചിൽ അതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. സെയിം അടുത്ത സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയ്തു. എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ചെയ്യുക. നമ്മൾ 14 സ്റ്റിച്ചായിരിക്കും ഉണ്ടാവുക. അതിലെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ 15ാമത്തെ സ്റ്റിച്ചിലാണ് ചെയ്യാനുള്ളത്. അതിലും കൂടി 3 ഡബിൾ ക്രോഷേ ചെയ്യാം. സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതാണിത്. 14 സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. 3 ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് യാൺ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അത് നമ്മൾ ശ്രദ്ധിച്ച് ഫസ്റ്റ് മുതൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. സ്ലോ ആയിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു റോസ് പൂവിൻ്റെ ഷേപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കി വരുന്ന ഇത് നമ്മൾ ഇതളിൻ്റെ ഇടയ്ക്ക് പശ വെച്ച് നമുക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ തുന്നി കൊടുക്കാം. അപ്പോൾ അത് സെക്യൂറായിട്ടിരുന്നോളും. ഈ നൂലിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു സൂചി വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്നുകിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഒന്ന് തുന്നി എടുത്തു കഴിഞ്ഞാൽ മതി. അത് സെക്യൂറായിട്ടിരുന്നോളും. എല്ലാ ഇതളുകളും സെക്യൂറായിട്ടിരുന്നോളും. അതല്ലെങ്കിൽ നമുക്ക് പശ വെച്ച് ഒട്ടിക്കാൻ പറ്റും. ഓരോ ഇതളുകളും നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ പശ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാൻ പറ്റും. അവിടെ യൂസ് ചെയ്യുന്നത് B7000 എന്നുള്ള പശയാണ് ഒട്ടിക്കാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഒട്ടിച്ചിട്ടില്ല. അത് തുന്നി വെച്ചത് കാരണം ഒട്ടിച്ചിട്ടില്ല. ഇനി ഈ 2 ടൈലൻറ്റുകളും തമ്മിൽ കൂട്ടി ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ അത് സെക്യൂറായിട്ടിരുന്നോളും. നമ്മൾ ഒരു റോസ് പൂവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പശ B7000 എന്നുള്ള പശ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതളുകളൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ക്രോഷേ പ്രോജക്റ്റ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും.